ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തക്കിലേക്ക് ഓടുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. അങ്ങനെ നാളത്തെ സുധീഷിൻ്റെയും നിധിയുടെയും കഥയിൽ നടക്കുന്നത് സുധീഷ് ആ പണവുമായിട്ട് യാത്ര തിരിക്കുന്ന ഒരു ഭാഗമാട്ടോ. അങ്ങനെ സുധീഷ് വാഹനത്തിലിരിക്കുമ്പോഴെല്ലാം സുധീഷിൻ്റെ മനസ്സിൽ ഒരു വലിയൊരു വിഷമമുണ്ട്, അല്ലെങ്കിൽ വിഷമമല്ല, ഒരു കൺഫ്യൂഷൻ. എന്താണ് ഈ രാജീവും അരുണും ഉദ്ദേശിക്കുന്നത്? എന്നെ ഈ ഇത്രയും പണവും ഇത്രയും അതുപോലെ സ്വർണ്ണാഭരണങ്ങളും എൻ്റെ ഈ തന്നുവിടാൻ ഞാൻ അവർക്ക് എന്തായാലും വിശ്വസ്തരല്ല. അതുകൊണ്ട് തന്നെ എന്തോ ഉദ്ദേശം ഇവരുടെ മനസ്സിൽ ഉണ്ട് എന്നിങ്ങനെ ചിന്തിച്ച് പോകുന്ന സുധീഷിനെയാണ് കാണുന്നത്. എന്നാൽ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നോർത്ത് സുധീഷ് യാത്ര തിരിക്കുന്നു. ഈ സമയത്ത് പെട്ടെന്ന് സുധീഷിൻ്റെ വാഹനത്തിൻ്റെ മുൻപിൽ ഒരു ബൈക്കുകാരൻ വന്ന് വീഴുകയും അതിനുശേഷം ഈ സമയം ഇത് കണ്ട സുധീഷ് പെട്ടെന്ന് ചാടി ഇറങ്ങി ഈ ബൈക്കുകാരനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണോ. ഈ സമയത്ത് പെട്ടെന്ന് അതിനടുത്ത് തന്നെ വേറൊരു വാഹനം കിടപ്പുണ്ട്. ആ വാഹനത്തിൽ നിന്ന് 3-4 ഗുണ്ടകൾ ഇറങ്ങി വരികയും സുധീഷിനെ വട്ടം പിടിക്കുകയും ചെയ്യുന്നൊരു ഭാഗമാണ്. അങ്ങനെ സുധീഷിനെ പുറകിൽ നിന്ന് കയറി പിടിക്കുന്ന സമയത്ത് സുധീഷ് കുതിരി മാറുവാൻ ശ്രമിക്കുന്നു. പക്ഷേ അവർ ബലവാന്മാരായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ഈ സമയത്ത് മറ്റൊരുത്തൻ സുധീഷിൻ്റെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഡോർ തുറക്കുകയും അവിടെ നിന്ന് ആ ഫ്രണ്ടിലിരുന്ന വായ് എടുത്തുകൊണ്ട് ഓടുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് പെട്ടെന്ന് സുധീഷ് കണ്ടു. പെട്ടെന്ന് ഈ തന്നെ പിടിച്ചവരിൽ നിന്ന് കുതിർന്ന് സുധീഷ് ആ പണം എടുത്തവൻ്റെ പുറകെ ഓടുകയും ഇത് കണ്ട് മറ്റുള്ളവർ സുധീഷിനെ ആക്രമിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ സുധീഷിനെ അവർ കീഴ്പ്പെടുത്തി അവരുടെ വാഹനത്തിൽ കയറ്റി, അല്ലെങ്കിൽ സുധീഷിൻ്റെ വാഹനത്തിൽ തന്നെ, അല്ലെങ്കിൽ സുധീഷ് കൊണ്ടുപോകുന്ന വാഹനത്തിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോവുകയും സ്റ്റിക്കർ വെച്ച് അടയ്ക്കുകയും ചെയ്യുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. അങ്ങനെ സുധീഷ് അതിൻ്റെ അകത്ത് കുതിരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രക്ഷപ്പെടുവാൻ കഴിയാത്ത വിധം സുധീഷിനെ അവർ ബലം കിട്ടിയിരുന്നു, അല്ലെങ്കിൽ അവരെ കൈകാലുകൾ ബന്ധിച്ചിരുന്നു. അങ്ങനെ സുധീഷിനെ വേറെ സുധീഷിന് അറിയാൻ പാടില്ലാത്ത ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകട്ടോ. അപ്പം പെട്ടെന്ന് ഈ തനിക്കറിയത്തില്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ സുധീഷ് ഒച്ചപ്പാട് വെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രക്ഷപ്പെടാൻ കഴിയാത്തൊരവസ്ഥയാണ് സുധീഷിനെ നമുക്ക് കാണുന്നത്. അങ്ങനെ സുധീഷിനെ ആർപ്പാർപ്പില്ലാത്ത ഒരു ഗോഡൗണിലേക്ക് കൊണ്ടുപോയിടുകയും അങ്ങനെ അവിടെ ഒരു കസാരയിൽ കെട്ടിയിടുകയും ചെയ്യുന്നൊരു ഭാഗമുണ്ട്. ഇതിനിടയിൽ സുധീഷിനെ ഒരുപാട് ആക്രമിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട് കേട്ടോ. സുധീഷിൻ്റെ മുടിയിൽ പിടിച്ച് പുറകോട്ട് വലിക്കുകയും ചെവിക്കലിൻ്റെ അടിക്കുകയും അങ്ങനെ കൈകാലുകൾക്കും ശരീരത്തിനും മൊത്തം ഒരുപാട് അടിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് സുധീഷിന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അതിനുശേഷം ഈ ഗോഡൗണിൽ ചെന്നതിന് ശേഷം ഈ സുധീഷിൻ്റെ സ്റ്റിക്കറൊക്കെ പൊളിച്ചു മാറ്റുന്നുണ്ട്. ഈ സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, ധൈര്യമുണ്ടെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അടിക്കുക, അല്ലെങ്കിൽ കെട്ടിയിടാതെ നേരിട്ട് അഴിച്ചു വിട്ട് അടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ഇത് കേൾക്കുമ്പോൾ ഈ ഗുണ്ടകൾക്ക് ദേഷ്യമുണ്ടാകുകയും വീണ്ടും ചെന്ന് സുധീഷിനെ മാരകമായി ആക്രമിക്കുകയും ചെയ്യുന്ന ചില ഭാഗങ്ങളുണ്ട്. അതിനുശേഷം ഈ ഗുണ്ടകൾ ആ ഒളിത്താവളത്തിൽ, അല്ലെങ്കിൽ ആ ഗോഡൗണിൽ ഇരുന്ന് തന്നെ മദ്യം കഴിക്കുകയും അതുപോലെ ചീട്ട് കളിക്കുകയും ചെയ്യുന്നൊരു ഭാഗമുണ്ട്. അങ്ങനെ ഈ സമയത്ത് ഈ ഗുണ്ടകൾക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. അങ്ങനെ ഫോൺ കോൾ വരുന്നത് മറ്റാരുമല്ല, രാജീവനും അരുണും വിളിച്ച് വിശേഷങ്ങൾ ചോദിക്കുകയാണ്. ഈ സമയത്ത് പറയുകയാണ്, അവരെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, പണവും ഞങ്ങളുടെ കയ്യിലുണ്ട് സാറേ എന്ന് പറയുക. അപ്പോൾ ഇത് സുധീഷ് കേൾക്കുകയാട്ടോ. അങ്ങനെ സുധീഷിന് ആരാണ് ഇത് എന്ന് മനസ്സിലായില്ല. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, ആര് പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിനൊന്നും മറുപടി പറയുന്നില്ല കേട്ടോ. അങ്ങനെ ഈ ഗുണ്ടകൾ പറയാണ്, അല്ലെങ്കിൽ തന്നെ വിളിച്ചവരോട് പറയുകയാണ്, അവരെ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് കെട്ടിയിട്ടിട്ടുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ ഈ സമയത്ത് എന്നാൽ ശരി, ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം എന്ന് പറയുകയും അങ്ങനെ രാജീവും അരുണും കൂടെ ഈ ഗുണ്ടകൾ സുധീഷിനെ കെട്ടിയിട്ടിരിക്കുന്ന ആ ഗോഡൗണിലേക്ക് വരികയും അങ്ങനെ അവിടെ വെച്ച് പണം കൈമാറുകയും ചെയ്യുക. അങ്ങനെ രാജീവിൻ്റെ കയ്യിലേക്ക് തന്നെ ഈ ഗുണ്ടകൾ ഈ പണവും സ്വർണ്ണാഭരണങ്ങളും കൊടുക്കുന്നു. അതിനുശേഷം ഈ ഗുണ്ടകൾ പറയുന്നുണ്ട്, അവൻ അല്പം ഓവറാകുന്നുണ്ട്, അതുപോലെ അവൻ വെല്ലുവിളിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അവനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ രാജീവൻ പറയുകയാണ്, കൂടുതൽ നമുക്ക് ഉപദ്രവമായി കഴിഞ്ഞാൽ അവനെ അങ്ങ് തീർത്താക്കാൻ പറയുന്ന ചില ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട്. അതിനുശേഷം ക്രൂരമായിട്ട് സുധീഷിനെ ആക്രമിക്കുന്നു. അങ്ങനെ ഏതായാലും ഇപ്പോൾ അവനെ തുറന്നു വിടാനോ ഒന്നും ചെയ്യേണ്ട, എല്ലാം ഞാൻ പറയുന്നത് പോലെ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് രാജീവും അരുണും അവിടുന്ന് പോകുന്നു. അതിനുശേഷം കാണുന്ന കാഴ്ച എന്ന് പറയുന്ന സുധീഷിനെ വീണ്ടും ആക്രമിക്കുന്നതിന് ശേഷം ഈ തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഒരു ഗുണ്ടയുടെ കയ്യിൽ നിന്ന് ഒരു ഫോൺ നിലത്ത് വീഴുന്നുണ്ട്. സുധീഷ് അത് കാണുകയാണ്. അങ്ങനെ എല്ലാവരും മദ്യം കഴിക്കുകയും ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് 2-3 പേർ വെളിയിലേക്ക് ആഹാരം കഴിക്കുവാൻ വേണ്ടി പോവുകയാണ്.
ഈ സമയത്ത് ഒന്ന് രണ്ട് പേര് മാത്രം, ബാക്കിയുള്ള ആളുകൾ മാത്രമേ, ഗുണ്ടകൾ മാത്രമേ അവിടെയുള്ളൂ. സുധീഷിന് കാവലാണ്. ഈ സമയത്ത് ഈ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് വീണ ആ ഫോൺ ഒതുക്കത്തിൽ സുധീഷ് എങ്ങനെയോ എടുക്കുകയും, അല്ലെങ്കിൽ അല്പം ആയാസമായിട്ട്, അല്ലെങ്കിൽ അല്പം റിസ്ക് എടുത്താണെങ്കിലും ആ ഫോൺ എടുത്തിട്ട് ആരും കാണാതെ ഹരീഷിനെ വിളിക്കുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ. അങ്ങനെ ഹരീഷിനെ വിളിക്കുകയും ഹരീഷിനോട് പറയുകയാണ്, ഇന്നുപോലെ ഞാനൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്, സ്ഥലമൊന്നും എനിക്കറിയത്തില്ല എന്ന് പറയുകയാണ്. ഈ സമയത്ത് പെട്ടെന്ന് ഹരീഷ് ഇതെവിടെയാണ് ചേട്ടൻ എന്ന് ചോദിക്കുകയാണ്. അപ്പം സ്ഥലം ഏകദേശം ഒന്ന് സുധീഷ് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് ഈ ഗുണ്ടകൾ ഇത് കാണുകയും പെട്ടെന്ന് സുധീഷിൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ മേടിക്കുകയും സുധീഷിനെ വീണ്ടും അവിടെ ഇട്ട് മർദ്ദിക്കുകയും ചെയ്യുന്ന ചില രംഗങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം കാണുന്ന ഈ സമയത്ത് പെട്ടെന്ന് സുധീഷിൻ്റെ നിധിയുടെ വീട്ടിൽ ഈ വാർത്ത എത്തുകയാണ്. സുധീഷ് ഇതുവരെയും പണവുമായിട്ട് അവിടെ എത്തിയിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പം പെട്ടെന്ന് ഒരു നാടകമാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അരുണിന് ഒരു ഫോൺ കോൾ വരുന്നു. ആ ഫോൺ കോൾ പ്രകാരമാണല്ലോ സുധീഷ് ആ പണവുമായിട്ട് അവിടെ ചെന്നിട്ടില്ല എന്നറിയുന്നത്. അങ്ങനെ അവിടെ വെച്ച് തന്നെ സുധീഷ് ഒരു കള്ളനാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക. അപ്പം നിധിയോട് പറയുകയാണ്, ഞാൻ ഒരുപാട് വിശ്വസിച്ച് പോയി അവനെ, നീ തിരഞ്ഞെടുത്ത വ്യക്തി ഇത്രയും ഒരു കൊള്ളത്തില്ലാത്തൊരു മനുഷ്യനാണോടി എന്ന് ചോദിക്കുക. ഞാൻ അവനെ ഒരു മരുമകനായിട്ടല്ലേ ഞാൻ കണ്ടത്, ഒരു മോനായിട്ട് കാണാൻ ശ്രമിക്കുമ്പോൾ അവനിങ്ങനെ പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ പോരായിരുന്നു എന്ന് പറയുകയാണ്. ഈ സമയത്ത് നിധി പറയുന്നുണ്ട്, ഇല്ലച്ച സുധീഷ് അങ്ങനെയൊന്നും ചെയ്യില്ല, അവരങ്ങനെ അത്രത്തക്കാരനല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ അരുൺ പറയാണ്, നീ കൂടുതൽ ഇനി ഒന്നും പറയണ്ട, കാരണം അവൻ്റെ സ്വഭാവം ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് മോളെ ഞങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുവാൻ ശ്രമിച്ചത്. പക്ഷേ നിനക്ക് അവനെ അന്ധമായി വിശ്വസിച്ചുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇനി എന്ത് ചെയ്യും? കോടികളുടെ നഷ്ടമാണ് നമുക്ക് സംഭവിച്ചത് എന്ന് പറയുകയും അങ്ങനെ സുധീഷിനെ അവിടെ വെച്ച് തന്നെ ഒരു കള്ളനായിട്ട് രാജീവും അരുണും നിധിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. അതിനുശേഷം നിധി വളരെ വിഷമത്തോടു കൂടി നമ്മുടെ റൂമിൽ ചെന്ന് പെട്ടെന്ന് സുഭാഷ് ചേട്ടനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയും. സുഭാഷ് ചേട്ടാ, ഇതുപോലെ സുധീഷിന് ഒരു യാത്രയുണ്ടായിരുന്നു, സുധീഷിനെ കുറച്ച് പണവും സ്വർണവും ഒക്കെ ആയിട്ട് അച്ഛനും ഏട്ടനും പറഞ്ഞു വിട്ടതാണ്. പക്ഷേ അവിടെ എത്തിയിട്ടില്ല. സുധീഷിന് ഫോണും സ്വിച്ച് ഓഫാണ്. എന്താ സംഭവിച്ചതെന്നൊന്നും അറിയത്തില്ല. സുധീഷ് പണം കൊണ്ടുപോയി അല്ലെങ്കിൽ മുങ്ങി എന്നാണ്, മോഷ്ടിച്ചു എന്നാണ് ഇവരൊക്കെ പറയുന്നത്. എനിക്ക് ആകെ പേടിയാകുന്നു സുഭാഷ് ചേട്ടാ എന്ന് പറയട്ടോ. സുഭാഷ് ചേട്ടനെയാണ് വിളിച്ചോട്ടോ. അപ്പോൾ സുഭാഷ് പറയാണ്, എന്താ മോളെ ഇത് കേൾക്കുന്നത്, ഞാനൊന്ന് എനിക്ക് എങ്ങോട്ടാണ് പോയെന്നൊക്കെ സുഭാഷ് ചോദിക്കുന്നുണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് നിധിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഈ സമയത്ത് ഹരീഷും ഈ വിവരം അറിഞ്ഞ് നേരെ സുഭാഷ് ചേട്ടൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയും അങ്ങനെ അവർ മൂന്ന് പേരും, നികേഷും സുഭാഷും ഹരീഷും കൂടെ എന്താണ് സുധീഷിന് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടുപിടിക്കണമെന്നും എത്രയും വേഗം നമുക്ക് അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ ആ ഫോൺ വിളിച്ച അല്ലെങ്കിൽ സുധീഷ് പറഞ്ഞ ആ ലൊക്കേഷനിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്യുന്ന ചില ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ടല്ലോ. അങ്ങനെ അതിനുശേഷം കാണുന്നത് സുധീഷിനെ കാണാതെ വന്നപ്പോൾ, അല്ല സുധീഷ് ആ തെറ്റ് ചെയ്തുവെന്ന് തൻ്റെ അച്ഛനും ഏട്ടന്മാരും പറയുമ്പോഴൊക്കെ നിധി അത് വിശ്വസിക്കാതെ സുധീഷ് അങ്ങനെ ചെയ്യില്ല, സുധീഷിനൊന്നും അപകടമുണ്ടാകില്ലേ എന്ന് പറഞ്ഞ് മുറിയിൽ പ്രാർത്ഥനയോട് കൂടിയിരിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. അതിനുശേഷം കാണുന്നതാണ് സുധീഷിനെ ഫോൺ വിളിച്ചതിന് ശേഷം ഇനി സുധീഷ് അവിടെ അത്ര സുരക്ഷിതമല്ലെന്നും അതുകൊണ്ട് എത്രയും വേഗം അവനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുവാനും ഈ രാജീവനും അരുണും കൂടി ഈ ഗുണ്ടകൾക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. അങ്ങനെ ഗുണ്ടകൾ സുധീഷിനെ വായിൽ സ്റ്റിക്കർ ഒട്ടിച്ച് കൈയും കാലും കൈ ബന്ധിച്ച് മറ്റൊരു അല്ലെങ്കിൽ ഈ കാറിൽ കയറ്റിക്കൊണ്ട് സുധീഷ് കൊണ്ടുവന്ന കാറിൽ തന്നെ തള്ളിക്കയറ്റി അവർ വേറൊരു ഒളിത്താവളത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ ആ സമയം ഏകദേശം രാത്രിയായി. ഈ സമയത്താണ് നമ്മുടെ സുഭാഷും ഹരീഷും നികേഷും കൂടെ ബൈക്കിൽ വരുന്നത് സുധീഷിനെ അന്വേഷിച്ച് വരികയും അപ്പോൾ ഈ ഹരീഷാണ് ഫ്രണ്ടിൽ ബൈക്കിൽ വരുന്നത്. ഈ സമയത്ത് സുധീഷിനെ കൊണ്ടുപോകുന്ന ഈ വാഹനം ഹരീഷിനെ ഇടിച്ചിടുകയും പെട്ടെന്ന് ഈ ഗുണ്ടകൾ ആ വാഹനം അല്പം മാറ്റി അങ്ങോട്ട് നിർത്തുകയാണ്. ഈ സമയത്ത് പെട്ടെന്ന് ഹരീഷ് നിലത്ത് വീണപ്പോൾ സുഭാഷും നികേഷും ഓടിച്ചെന്ന് ഹരീഷിനെ എഴുന്നേൽപ്പിച്ചതിന് ശേഷം നീക്ക് എവിടെ നോക്കിയാടാ പോകുന്നത് എന്ന് സുഭാഷ് വിളിച്ചു ചോദിക്കുകട്ടെ ഇപ്പോൾ ഈ ജീപ്പുകാരോട് അല്ലെങ്കിൽ ഈ ഗുണ്ടകളോട്. അപ്പം പെട്ടെന്ന് ഇത് കേട്ട ഡ്രൈവർക്ക് അല്പം ദേഷ്യമുണ്ടാക്കുകയും അങ്ങോട്ട് മാറ്റി നിർത്തുകയും ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് പെട്ടെന്ന് സുധീഷ് കണ്ണാടി കൂടെ സുഭാഷിനെയും ഹരീഷിനെയും നികേഷിനെയും കാണുകയാണ്. പക്ഷേ തനിക്ക് ഒച്ച വെക്കാൻ പറ്റാത്ത ആ സാഹചര്യമാണ്. ആ സമയത്ത് മിന്നായം പോലെ നികേഷ് ആ വാഹനത്തിൻ്റെ അകത്തേക്ക് നോക്കുകയും അപ്പോൾ അല്പം ദൂരത്തിലാണെങ്കിലും സുധീഷിനെ പോലെ ഒരാൾ
ബായിൽ സ്റ്റിക്കർ ഒട്ടിച്ച് ഇരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച കണ്ട്. ഈ സമയത്ത് പെട്ടെന്ന് ഗുണ്ടകൾ ഇറങ്ങി വന്ന് ഈ സുഭാഷിനോടും ഹരീഷിനോടും ചൂടാകുന്നുണ്ടല്ലോ. അപ്പോൾ ചൂടാകുന്ന സമയത്താണ് ഈ ഹരീഷ് ഈ കാഴ്ച കാണുന്നത്. അപ്പോൾ ഈ സമയത്ത് പെട്ടെന്ന് വാഹനത്തിൽ നിന്ന് മറ്റ് ഗുണ്ടകൾ വിളിച്ച് ഈ ഡ്രൈവറോട് പറയണം, വാടാ സമയമില്ല, അതൊക്കെ നീ വിട്ടേക്കാൻ പറയാണ്. അങ്ങനെ ഈ ഡ്രൈവർ തിരിച്ച് വലിയ പ്രശ്നമുണ്ടാക്കാൻ തിരിച്ച് വാഹനത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നികേഷ് പറയുക, സുഭാഷ് ചേട്ടാ അതെൻ്റെ സുധീഷ് ചേട്ടൻ ആ വാഹനത്തിലുണ്ടെന്ന് പറയുകയും പെട്ടെന്ന് ഹരീഷും സുഭാഷും കൂടെ കാറിൻ്റെ ഈ വാഹനത്തിൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ സുധീഷിനെ അവിടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ബന്ധിച്ചിരിക്കുന്ന ഒരു കാഴ്ച കാണുകയും ചെയ്യുന്ന ഒരു എപ്പിസോഡൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. വീണ്ടും അടുത്ത ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.